ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ മൂവിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ മൂവീസ് എടുത്താൽ അതിൽ ടോപ്പ് 5-ൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു സിനിമ തന്നെയാണിത്. കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ പ്രഗ്നന്റ് ആയ തന്റെ വൈഫിന്റെ അടുത്ത് യാത്രയും പറഞ്ഞ് എങ്ങോട്ടോ പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്റെ അച്ഛൻ്റെ അടുത്ത് അവനെ ഞാൻ തീർച്ചയായും കൊണ്ടുവരുമെന്ന് നമ്മുടെ ഹീറോ പറയുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോ ഇപ്പോൾ പോകുന്നത് ആ സിറ്റിയെ തന്നെ വിറപ്പിച്ച ഒരു ഗാങ്സ്റ്ററിനെ പിടികൂടാനായിട്ടാണ്. പക്ഷെ ആ ഗാങ്സ്റ്റർ ഏകദേശം 15 നിലകളോളമുള്ള ഒരു ബിൽഡിങ്ങിനുള്ളിലാണ്. നമ്മുടെ ഹീറോനെയും കൂട്ടി 20 പേരാണ് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോകുന്നത്. പക്ഷെ അവരറിയുന്നില്ല ആ ബിൽഡിംഗ് ഫുള്ളായിട്ട് ആ ഗാങ്സ്റ്ററിന്റെ ആളുകളായിരുന്നു എന്ന്. അങ്ങനെ ഗൺസും ബുള്ളറ്റ് പ്രൂഫും എല്ലാം സെറ്റാക്കിയിട്ട് നമ്മുടെ ഹീറോന്റെ ഗ്രൂപ്പ് ഒരു വാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ടീമിന്റെ ഹെഡ് പറയുന്നത്, നമ്മളിപ്പോൾ പിടിക്കാൻ പോകുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയ ഗാങ്സ്റ്ററിനെയാണ്. കാരണം അവനെ പിടിക്കാൻ പോയ ഒരു പോലീസുകാരനും ഇതുവരെ ജീവനോടെ തിരിച്ചു വന്ന ചരിത്രമേ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് ആ ഗാങ്സ്റ്ററിനെ കുറിച്ച് അവരോടെല്ലാം പറയുകയാണ്. അടുത്ത സീനിൽ ആ ഗാങ്സ്റ്ററിനെയാണ് കാണിക്കുന്നത്. ആ ഗാങ്സ്റ്ററിന് പാർട്ട്നേഴ്സായിട്ട് 2 പേരുണ്ടായിരുന്നു. അതിൽ ഈ കാണുന്ന ഈ മുടിയൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ആള് മാരക ഫൈറ്റാണ്. കാരണം അയാളെ തോൽപ്പിക്കാൻ ആരെയും കൊണ്ട് സാധിക്കില്ല. അപ്പുറത്തുള്ള ആള് ഇയാളുടെ ബിസിനസ് പാർട്ട്ണറാണ്. അത് മാത്രമല്ല നമ്മുടെ നായകന്റെ ബ്രദർ കൂടിയാണ് ഇയാളെ കുറിച്ചാണ് നമ്മുടെ നായകൻ ഫസ്റ്റ് സീനിൽ തന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അങ്ങനെ ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് വന്ന 5 പോലീസുകാരെ ആ ഗാങ്സ്റ്റർ അവിടെ വെച്ച് കൊല്ലുകയാണ്. അത് മാത്രമല്ല ആ ടീമിനുള്ള ഹെഡിനെ തലയ്ക്കടിച്ച് വളരെ മൃഗീയമായി കൊല്ലുകയാണ് ആ ഗാങ്സ്റ്റർ. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ടീമും ആ ബിൽഡിങ്ങിനടുത്തേക്ക് എത്തുകയാണ്. അവിടെ റിട്ടയർഡ് ആയ ഒരു പോലീസ് ഓഫീസർ കൂടി ഉണ്ടായിരുന്നു. അയാളെയും കൂട്ടിയാണ് അവർ അതിനുള്ളിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിൽ എത്തുകയാണ്. അവിടെ വെച്ച് ഒരാളെ അവർ കാണുകയാണ്. എന്റെ വൈഫിന് തീരെ സുഖമില്ല, ഞാൻ അവൾക്കുള്ള മരുന്ന് മേടിക്കാൻ വേണ്ടി പോവുകയാണെന്ന് അയാൾ അവരോട് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോ അയാളോട് പറയുകയാണ്, നീ ഞങ്ങളോടൊപ്പം വന്നാലാണ് സേഫ്, അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം എന്തായാലും വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ അയാൾ നമ്മുടെ ഹീറോയിന്റെ ഒപ്പം ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഓരോരുത്തരായി പിടിച്ച് അവരുടെ കയ്യും കാലെല്ലാം കെട്ടിയിട്ട് നമ്മുടെ ഹീറോയിൻ ഗ്രൂപ്പും ആ ഗാങ്സ്റ്ററിനെ തേടി അയാളുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടിയെ അവർ കാണുന്നത്. എന്നാൽ നമ്മുടെ നായകൻ ഇവന് പറഞ്ഞാൽ മനസ്സിലാകുമെന്നും പറഞ്ഞ് ആ കുട്ടിയെ ഷൂട്ട് ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിലോ പോലീസുകാർ വന്നെന്നും പറഞ്ഞ് അവിടെയുള്ള ഒരാളുടെ അടുത്ത് പറയുകയാണ്. അതേ സമയം നോക്കി അവർ ആ കുട്ടിയെ ഷൂട്ട് ചെയ്യുകയാണ്. അത് കേട്ടതും അവിടെയുള്ള ഒരുത്തം പോയിട്ട് അവിടെയുള്ള അലാറം ഓൺ ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഗാങ്സ്റ്ററിന് പോലീസുകാർ വന്ന കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ CCTV മുഖേന ആ ഗാങ്സ്റ്റർ അവിടെയുള്ള പോലീസുകാരെ എല്ലാം കാണുകയാണ്. ഇതേ സമയം അവിടെയുള്ള മൈക്ക് ഓൺ ആക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ട്, അവരെ നമ്മൾ നന്നായി സൽക്കരിച്ച് പറഞ്ഞവിടെ വന്ന് ആ ഗാങ്സ്റ്റർ പറയുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ ബിൽഡിങ്ങിൽ ഫുള്ളും ആ ഗാങ്സ്റ്ററിന്റെ ആളുകളായിരുന്നു എന്ന്. അങ്ങനെ കയ്യിലുള്ള ടൂൾസും ഗൺസും എല്ലാം എടുത്ത് ആ ഗാങ്സ്റ്ററിന്റെ ആളുകൾ ആ പോലീസുകാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി ഒരു രക്ഷയില്ല എന്നും പറഞ്ഞ പോലീസുകാരുടെ ഹെഡ് ബാക്കപ്പിനായിട്ട് കുറച്ച് ആളുകളെ ഇടാൻ ആ വയസ്സായ പോലീസുകാരൻ്റെ അടുത്ത് പറയുകയാണ്. കാരണം ഈ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് അയാളായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ പറയാൻ കഴിയില്ല, നമുക്ക് ബാക്കപ്പും ലഭിക്കില്ല, കാരണം ഇതൊരു സീക്രട്ട് ഓപ്പറേഷനാണ്, ഇതിനെക്കുറിച്ച് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടില്ല എന്ന് ആ പോലീസുകാരൻ പറയുകയാണ്. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് നമ്മുടെ ഹെഡ്. കാരണം അത്രയും പോലീസുകാരുടെ ജീവന് അപകടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് പുറത്തേക്ക് പോകുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ 6ാമത്തെ നിലയിലുള്ള ലോബി വഴി പുറത്തേക്ക് പോകുവാനായിട്ട് അതിനടുത്തുള്ള റൂമിലേക്ക് കയറുവാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് 2 സൈഡിലും ഓരോ ടീമായിട്ട് നിൽക്കുകയാണ് ആ പോലീസുകാർ. അങ്ങനെ അവർ ആ റൂം പൊളിച്ച് ഉള്ളിലേക്ക് കയറുവാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം ഒരു പോലീസുകാരെ മുകളിലേക്ക് നോക്കിയതും അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് ഗണ്ണുമായിട്ട് നിരന്ന് നിൽക്കുകയാണ് ആ ഗാങ്സ്റ്ററിന്റെ ആളുകൾ. ഇത് കാണാതെ ഒരു പോലീസുകാരൻ ആ ഡോറിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. ആ ഷൂട്ട് ചെയ്ത ആ വെളിച്ചം കണ്ട് ആ ഗാങ്സ്റ്ററിന്റെ ആളുകൾ ആ പോലീസുകാരെ ചറപറ നിരത്തി വെടിവെക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ പോലീസുകാരുടെ മറ്റേ ടീം ആ ഗാങ്സ്റ്റേഴ്സിനെ തിരിച്ചു വെടിവെക്കുകയാണ്. അങ്ങനെ കുറെ പോലീസുകാരും കുറെ ഗാങ്സ്റ്റേഴ്സും അവിടെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ അവർ ആ റൂം തുറന്ന് ഓരോ ഫ്ലോറായിട്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോ ഫ്ലോറിലും ഗണ്ണുമായിട്ട് നിൽക്കുന്ന ആ ഗാങ്സ്റ്റേഴ്സിന്റെ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാം ഒരു വിധത്തിൽ നേരിട്ടാണ് നമ്മുടെ ഹീറോയും ബാക്കിയുള്ള പോലീസുകാരും അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ പോലീസുകാരുടെ ബുള്ളറ്റ്സ് എല്ലാം കഴിയുകയാണ്. അതുപോലെ തന്നെ ഓരോ പോലീസുകാരുടെ എണ്ണവും കുറഞ്ഞു വരികയാണ്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഗണ്ണിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്കും എക്സ്പേർട്ടായിരുന്നു നമ്മുടെ ഹീറോ. അങ്ങനെ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ കൊണ്ട് ഓരോരുത്തരായിട്ട് അടിച്ചിടുകയാണ് നമ്മുടെ ഹീറോ. ഇതെല്ലാം ഗാങ്സ്റ്റർ CCTV മുഖേന കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിക്ക് പറ്റിയ ഓരോ പോലീസുകാരെയും എടുത്ത് നമ്മുടെ ഹീറോ ഓരോ റൂമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴത്തെ ഫ്ലോറിൽ ഗാങ്സ്റ്റേഴ്സ് ഉണ്ടാവില്ല എന്നും പറഞ്ഞ നമ്മുടെ ഹീറോ ഫ്ലോറെല്ലാം പൊളിച്ച് താഴേക്ക് വരികയാണ്. എന്നാൽ കഷ്ടാലത്തിന് അവിടെയും ആ ഗാങ്സ്റ്റേഴ്സിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്. കാരണം നിന്ന് തിരിയാൻ സമയമില്ലാതെയാണ് ഓരോരുത്തരായിട്ട് നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ആ ഹെഡും വയസ്സായ ഓഫീസറും വേറൊരു റൂമിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവർ തന്റെ വെപ്പൺസ് വെച്ച് ഒരു വിധത്തിലാണ് ആ ആളുകളെല്ലാം അടിച്ചിടുന്നത്. ആ പരിക്ക് പറ്റിയ ഓഫീസറായിട്ട് നമ്മുടെ ഹീറോ ഓരോ റൂമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോ നമ്മൾ ഫസ്റ്റ് കണ്ട ആളുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്തോ ഭാഗ്യത്തിന് അയാൾ ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ അയാൾ ആ പരിക്ക് പറ്റിയ പോലീസ് ഓഫീസർ
ഗാങ്സ്റ്ററിന് ട്രീറ്റ്മെന്റ് നൽകുകയാണ്. ഇതേ സമയം അവിടേക്ക് ആ ഗാങ്സ്റ്ററിന്റെ ആളുകൾ കയറി വരികയാണ്. അങ്ങനെ നമ്മുടെ നായകനും ആ പരിക്ക് പറ്റിയ പോലീസുകാരനും പാടെ ഒരു സീലിംഗിന്റെ ഉള്ളിൽ കയറി ഒളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അയാൾ നമ്മുടെ ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് അവരെ കുറിച്ച് അന്വേഷിക്കുകയാണ്. പക്ഷെ ഇവിടേക്ക് ആരും വന്നിട്ടില്ല എന്ന് പറയുന്നതും തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് അയാൾ ആ സീലിംഗിന്റെ ഉള്ളിലേക്ക് കുത്തുകയാണ്. പക്ഷെ ആ കത്തി വന്ന് വീണത് നമ്മുടെ നായകന്റെ മുഖത്തേക്കായിരുന്നു. എന്നാലും ഒരു വിധത്തിൽ അതെല്ലാം സഹിച്ചിരിക്കുകയാണ് നമ്മുടെ നായകൻ. ഇതേ സമയം ഇവരെ പിടിക്കാനായിട്ട് നമ്മുടെ ഹീറോന്റെ അനിയൻ കൂടെ രണ്ടാളെ കൂട്ടി വരികയാണ്. എന്നാൽ നമ്മുടെ ഹീറോന്റെ ബ്രദറിന് നമ്മുടെ ഹീറോ അവിടെ വന്ന കാര്യം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാനായിട്ട് ആ രണ്ടുപേരെയും നമ്മുടെ ഹീറോന്റെ ബ്രദർ ആ ലിഫ്റ്റിനുള്ളിൽ വെച്ച് തന്നെ കൊന്നുകളയുകയാണ്. ഇപ്പോൾ ഏകദേശം 8 ആൾ മാത്രമേ നമ്മുടെ ഹീറോന്റെ ഗ്രൂപ്പിൽ ബാക്കിയുള്ളൂ. അങ്ങനെ ഇഞ്ചുറി പറ്റിയ പോലീസുകാരനെ ആ ഡോക്ടറിന്റെ അടുത്താക്കിയിട്ട് നമ്മുടെ ഹീറോ ബാക്കിയുള്ളവരെ രക്ഷിക്കാനായിട്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കുറെ ആളുകൾ നമ്മുടെ ഹീറോനെ കൊല്ലാനായിട്ട് അവിടേക്ക് വരികയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അവരെയെല്ലാം നമ്മുടെ ഹീറോ അടിച്ചിടുകയാണ്. പക്ഷെ അതിനിടയിൽ നമ്മുടെ ഹീറോനെ ഒരാൾ കത്തിക്കൊണ്ട് കുത്തുകയാണ്. വേദന കൊണ്ട് നമ്മുടെ ഹീറോയ്ക്ക് മയക്കം വരുന്നുണ്ടെങ്കിലും ഗർഭിണിയായ തന്റെ ഭാര്യയുടെ ഓർമ്മകൾ നമ്മുടെ ഹീറോനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ വീണ്ടും അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് നമ്മുടെ ഹീറോനെ ശബ്ദമുണ്ടാക്കല്ലേ എന്നും പറഞ്ഞ് ലോക്ക് ചെയ്യുകയാണ്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോന്റെ ബ്രദർ ആയിരുന്നു. അടുത്ത സീനിൽ ആ ഹെഡിനെയും ആ ഓൾഡ് ഓഫീസറിനെയും കാണിക്കുകയാണ്. നമ്മുടെ ഹെഡ് ആ ഓഫീസറിന്റെ അടുത്ത് വന്നിട്ട് നീ കാരണമാണ് ഞങ്ങൾ ഇവിടെ വന്നത്, അതുകൊണ്ടാണ് ഇത്രയും പോലീസുകാർ ഇവിടെ മരിച്ചു പോണെന്നും പറഞ്ഞ് ആ ഹെഡിന്റെ അടുത്ത് പോയി ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ഹെഡ് ഇനി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നും പറഞ്ഞ് ആ ഡോർ തുറക്കുന്നതും ആ ഗാങ്സ്റ്ററിന്റെ ആളായ ആ മുടിയൻ ഫൈറ്റർ നമ്മുടെ ഹെഡിനെ കാണുകയാണ്. അങ്ങനെ അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അതിനിടയിൽ ആ മുടിയൻ തന്റെ ഉള്ള ഗണ്ണെടുത്ത് നമ്മുടെ ഹെഡിനെ നേരെ ചൂണ്ടുകയാണ്. അങ്ങനെ അവർ ആ റൂമിനുള്ളിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച ആ മുടിയൻ നിന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് ഗണ്ണിന്റെ ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഹെഡിനെ ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ്. വീണ്ടും അവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹെഡിനൊന്നും അയാളുടെ ഒപ്പം മുട്ടി നിൽക്കുവാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡിനെ അയാൾ അവിടെ വെച്ച് കൊല്ലുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ നായകൻ തന്റെ ബ്രദറിനോട് വീട്ടിലേക്ക് വരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞ് ഇപ്പൊ ഈ റൂമാണ് നിനക്ക് സേഫായ പ്ലേസ് എന്നും പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുവാൻ ആവശ്യപ്പെട്ട് നമ്മുടെ ഹീറോന്റെ ബ്രദർ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആ മുടിയനെയും കൂട്ടി അയാൾ ലിഫ്റ്റിലൂടെ ആ ഗാങ്സ്റ്ററിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ആ ഹെഡിനെയും വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ ആ ഗാങ്സ്റ്ററിന്റെ അടുത്തേക്ക് എത്തുകയാണ്. പക്ഷെ ആ ഗാങ്സ്റ്ററിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. കാരണം ആ CCTV മുഖേന ആ ഗാങ്സ്റ്റർ നമ്മുടെ ഹീറോയും ബ്രദറും സംസാരിക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോന്റെ ബ്രദറിനെ അവർ ഇതേപോലെ കെട്ടിത്തൂക്കി അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. അടുത്ത സീനിൽ പുറത്തേക്ക് വന്ന് നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ നായകൻ ഒരു റൂമിനുള്ളിൽ നിന്ന് ബാക്കിയുള്ള പോലീസുകാരെല്ലാം കാണുകയാണ്. ഇതുവരെ നമ്മൾ വന്നത് ആ ഗാങ്സ്റ്ററിനെ പിടികൂടാനായിട്ടാണ്. എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചു, ഇനി നമ്മൾ ആ ഗാങ്സ്റ്ററിനെ വിടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ നായകൻ ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് പോവുകയാണ്. കാരണം അവിടെയാണ് ആ ഗാങ്സ്റ്റർ ഉള്ളത്. അങ്ങനെ അവർ അവിടേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ വലിയ രീതിയിൽ ഒരു സ്മഗ്ലിംഗ് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട നമ്മുടെ ഹീറോയും ആ പോലീസുകാരും പാടെ അവിടെയുള്ളവരെല്ലാം അടിച്ചിടുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോന്റെ ബ്രദറിനെ ആ മുടിയൻ ക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മുടെ ഹീറോ കാണുകയാണ്. അവിടേക്ക് നമ്മുടെ ഹീറോ കയറി ചെല്ലുകയാണ്. ഇത് കണ്ട മുടിയൻ നമ്മുടെ ഹീറോന്റെ ബ്രദറിനെ അഴിച്ചുവിട്ട് അവർ രണ്ടുപേരെയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ്. കാരണം ഫൈറ്റിൽ ആ മുടിയൻ അത്രയ്ക്കും എക്സ്പേർട്ടാണ്. പിന്നീട് അവിടെ ഒരു മാരക ഫൈറ്റ് നടക്കുകയാണ്. നമ്മുടെ ഹീറോയ്ക്കും ബ്രദറിനും ആ മുടിയനെ തൊടാൻ പോലും സാധിച്ചിരുന്നില്ല. ഇവർ രണ്ടുപേരുണ്ടായിട്ട് പോലും ആ മുടിയൻ അവരെ തല്ലി ചതയ്ക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോ ഒരു വിധത്തിൽ ആ മുടിയന്റെ ഒപ്പം ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം നമ്മുടെ ഹീറോ കയ്യിൽ കിട്ടിയ ഒരു LED ട്യൂബ് കൊണ്ട് ആ മുടിയന്റെ കഴുത്തിലേക്ക് കുത്തുകയാണ്. അങ്ങനെ ആ കഴുത്തിൽ കുത്തിയ ട്യൂബ് കറക്കി എടുക്കുകയാണ് നമ്മുടെ ഹീറോ. പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൺ ദ സ്പോട്ടിൽ ആ മുടിയൻ മരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ വില്ലൻ ഒരു സംഭവം തന്നെയായിരുന്നു. ഇവർ രണ്ടുപേരുണ്ടായിരുന്നിട്ട് പോലും ഇവർക്ക് ആ വില്ലന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ആ വയസ്സായ ഓഫീസർ ആ ഗാങ്സ്റ്ററിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ആ ഗാങ്സ്റ്ററിനെ പിടിച്ചിട്ട് ആ ഓഫീസർ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാ വില്ലൻ നീ എന്താണ് കരുതിയത്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വരെ എനിക്ക് ആൾക്കാരുണ്ട്, ഞാൻ വിചാരിച്ചാൽ നിന്നെ അവിടെ വെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് ആ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന ആ പോലീസ് ഓഫീസർ തന്റെ കയ്യിലുള്ള ഗണ്ണ് ഉപയോഗിച്ചിട്ട് ആ വില്ലന്റെ തലയിലേക്ക് നോക്കിയിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഓപ്പറേഷൻ ഫെയിൽ ആയിരുന്നു. കാരണം ആ ഗാങ്സ്റ്ററിനെ ജീവനോടെ പിടിക്കാനായിരുന്നു അവർ അവിടേക്ക് പോയത്. അത് മാത്രമല്ല അവരൊഴിച്ച് അവരുടെ ടീമിലുള്ള ബാക്കിയുള്ള എല്ലാവരും മരിച്ചിരുന്നു. ഇതിനെല്ലാം കാരണം ആ ഓൾഡ് ഓഫീസർ കൂടിയാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ അയാളെ നമ്മുടെ നായകൻ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല, ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും അവരെന്നെ തേടി വരുമെന്നും പറഞ്ഞ് നമ്മുടെ നായകന്റെ ബ്രദർ അവിടേക്ക് തന്നെ പോവുകയാണ്. നമ്മുടെ നായകനും പുറത്തേക്ക് വരികയാണ്. ഇതോടെ നമ്മുടെ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമയിൽ പകുതി മുക്കാലും ആക്ഷൻ സീനുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാലും നമ്മുടെ കഴിവിന്റെ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണേണ്ടതാണ്. അത് നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും. കാരണം അത്രയ്ക്കും കിടലനായിട്ടാണ് ഇതിലെ ആക്ഷൻ സീൻസ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി സൈക്കോ ത്രില്ലർ ഹൊറർ മൂവീസ് എല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ മൂവീസ് എല്ലാം നിങ്ങളെ നിരാശപ്പെടുത്തില്ലെന്ന് 100% ഉറപ്പുണ്ട്. അവസാനമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമകൾ നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.